എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയാൻ വിചാരിച്ചതൊക്കെ എൻ്റെ ചേച്ചി വന്ന് പറഞ്ഞുപോയി. ഇനി എന്താ പറയേണ്ടത് ഞാൻ ആലോചിച്ചുണ്ടാക്കിയിട്ട് വേണം. കല്യാണം ഒരുമിച്ച് കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടുതൽ ചേട്ടനായതുകൊണ്ട് ഞാൻ താമസിച്ച് പ്രസവിച്ചു, ചേച്ചി ആദ്യം പ്രസവിച്ചു. പിന്നെ സിറ്റിയിൽ താമസിച്ച ചേച്ചി ഞങ്ങളുടെ കൊമ്മളപ്പള്ളി ഗ്രാമത്തിൽ വന്നിട്ട് വെള്ളം കോരാനും ചാണം വാരാനും മിറ്റം അടിക്കാനും എല്ലാം പഠിച്ച് അമ്മായിയമ്മയുടെ മണി അടിച്ച് സ്വന്തമായി മരുമോളായി. പിന്നെ ടെസീനെ പറ്റി പറയുമ്പോൾ കുര്യാക്കോ ചേട്ടനെ പറ്റിയും മറിയമ്മ ചേട്ടനെ പറ്റിയും പറയണം. അവർ വീട്ടിൽ വരുമ്പോൾ വളരെ സന്തോഷമാണ്. എന്നാൽ മറിയമ്മ ചേച്ചി വെറുതെ വരില്ല, എന്തെങ്കിലും പലഹാരങ്ങളും ഇതൊക്കെ ആയിട്ട് വരുള്ളൂ. അപ്പം അവരുടെ സന്ദർശനം ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. എൻ്റെ മദ്രാസിലെ വീട്ടിലും മറിയമ്മ ചേച്ചിയും കുര്യാക്കോ ചേട്ടനും ആഗ്നസിൻ്റെ മാപ്പിള ഔസേപ്പ് എല്ലാം വന്നിട്ടുണ്ട്. അതെല്ലാം വളരെ നന്നായി ഞാൻ ഓർക്കണം. പിന്നെ എൻ്റെ മോളുടെ കല്യാണത്തിന് ഇൻവിറ്റേഷൻ അയച്ചപ്പോൾ കുര്യാക്കോ ചേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, കല്യാണമൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ പാവങ്ങളെ പറ്റിയും വിചാരിക്കണം. പുള്ളി വിൻസെൻ്റി പോളിൻ്റെ ആളായിരുന്നു. അത് ആ എഴുത്ത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ ടെസി ചേച്ചീനെ വിളിച്ചു. അപ്പം എൻ്റെ ചേട്ടൻ എപ്പോഴും ടെസി വന്നപ്പോൾ ത്രേസ്യാമ്മ എന്നുള്ള പേര് എൻ്റെ ചേട്ടൻ എപ്പോഴും സ്റ്റൈലിന് മുമ്പിലുള്ള ആളാണ്. ത്രേസ്യാമ്മേനെ മാറ്റി ആദ്യം ടെസിയാക്കി. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ്, ഞാൻ ചേച്ചീനെ വിളിക്കട്ടെ. വേണ്ട, നീ ചേച്ചീനെ വിളിക്കേണ്ട, നീ പേര് വിളിച്ചാൽ മതി. ശരി. അങ്ങനെ ഞാൻ ടെസീനെ വിളിക്കാൻ തുടങ്ങി. പിന്നെ ചേട്ടൻ്റെ കൈയുടെ ചൂട് കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത് ഞാനാണ്. അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വേറെ പെങ്ങന്മാർക്കൊന്നും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചേട്ടൻ്റെ സ്നേഹവും ദേഷ്യവും എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ഇനി വേറെ എന്താ പറയേണ്ടത്, എല്ലാം പച്ചയുടെ ചേച്ചി പറഞ്ഞു കഴിഞ്ഞു. അപ്പം ടെസിക്ക് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ ആശംസിക്കുന്നു ഞങ്ങൾ, ടെസി നിന്നെ അനുഗ്രഹിക്കുന്നു ഞങ്ങൾ, ആയുസ്സുമാരോഗ്യ സൗഖ്യവുമായി ജീവിതം തുറന്നിടുവാൻ നിന്നെ അനുഗ്രഹിക്കുന്നു ഞങ്ങൾ. ജന്മദിനാശംസകൾ ടെസി.